അടുത്തൊന്നും കപ്പില്ലെങ്കിലും മൂല്യമൊട്ടും കുറയാത്ത ഒരു ടീമിനെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉത്തരമാകും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന്. പലപ്പോഴും ഓർക്കാറുണ്ട്, ഏകദേശം ഒരു വ്യാഴവട്ടക്കാലമാകുന്നു യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടിയിട്ട്. ടൈറ്റിൽ റേസിൽ നിന്ന് ഏറെക്കാലമായി ഇല്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ഫിനിഷ് ചെയ്തത് ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനത്തോടെയാണ്. എന്നിട്ടും പുതിയ സീസൺ വരുമ്പോൾ യുണൈറ്റഡിന് പിന്നാലെ ആരാധകർ ഇരച്ചെത്തും. ഗ്ലോറി ഗ്ലോറി വിളിയാൽ ഓൾഡ് ട്രാഫോർഡ് ഇരമ്പും. തൊട്ടപ്പുറത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഇത്തിഹാദിനെ കിരീടം കൊണ്ട് അലങ്കരിച്ചിട്ടും യുണൈറ്റഡിന്റെ ജനപ്രീതി ഇടിയാത്തതിന് പിന്നിലെ പ്രധാന കാരണം അവരുടെ ലോയൽ ഫാൻസ് തന്നെയാണ്. ചത്താലും ഞങ്ങൾ യുണൈറ്റഡ് ആണെന്ന് പറയുന്ന, റെലഗേറ്റഡ് ആയാലും ഈ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആരാധകർ. ആ ആരാധകർക്ക് അർഹിച്ച കിരീടം വേണം. ആ ആരാധകർക്ക് മികച്ച മൊമെന്റ്സ് വേണം. ആ ആരാധകർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലോങ് ടൈം പ്രൊജക്റ്റിലൂടെ ഒരു ഹോപ്പെങ്കിലും നൽകണം. സർ അലക്സ് ഫെർഗൂസൻ എന്ന മഹാമേരുവിന് ശേഷം ഒരു പതിറ്റാണ്ടുകൊണ്ട് യുണൈറ്റഡിൽ വന്നുപോയ പരിശീലകരുടെ എണ്ണം 2 അക്കമായി. ഏറ്റവും ഒടുവിൽ ആ ലിസ്റ്റിലുണ്ടായിരുന്നത് റൂബൻ അമോറിം. തന്റെ സിസ്റ്റത്തിൽ നിന്ന് കടുകിട വ്യത്യാസം വരുത്തില്ലെന്നറിഞ്ഞിട്ടും അമോറിം യുണൈറ്റഡിലെത്തി. 14 മാസത്തെ വാസത്തിനു ശേഷം മാനേജ്മെന്റ് പുറത്താക്കുകയും ചെയ്തു. അമോറിമിന്റെ 3-man ഡിഫൻസ് പൊളിച്ച് 4 വോൾ കിട്ടിയാണ് ഇടക്കാല പരിശീലകൻ ഡാരൻ ഫ്ലെച്ചർ FA കപ്പിൽ ബ്രൈറ്റനെതിരെ ടീമിനെ ഒരുക്കിയത്. എന്നിട്ടും 2-1 ഓൾഡ് ട്രാഫോർഡിൽ അതും തോറ്റു. ഇനി വരാൻ പോകുന്നത് മൈക്കൽ കാരിക്കാണ്. ഓൾഡ് ട്രാഫോർഡ് നല്ലപോലെ അറിയുന്ന ഫെർഗിയുടെ പ്രിയ ശിഷ്യൻ. മൈക്കൽ കാരിക്കിനെ കുറിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്ക് ഒരു പാട്ടുണ്ട്. അതിലെ വരികളിലൊന്ന് ഇങ്ങനെയാണ്: ഹാർഡ് ടു ബിലീവ് ഇറ്റ്സ് നോട്ട് സ്കോർസ്. നിലവിലെ സിനാരിയോയിൽ ഏറ്റവും ഉചിതമായ വരികൾ. യുണൈറ്റഡിനെ നന്നാക്കാൻ യുണൈറ്റഡിനെ നന്നായി അറിയുന്നവൻ തന്നെയാണ് വരുന്നത്. 12 വർഷ കാലയളവിൽ യുണൈറ്റഡിനായി 464 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞിട്ടുണ്ട് കാരിക്. 5 പ്രീമിയർ ലീഗ് കിരീടങ്ങളും, ഒരു FA കപ്പും, 3 ലീഗ് കപ്പുകളും, ഒരു ചാമ്പ്യൻസ് ലീഗും, ഒരു യൂറോപ്പ ലീഗും, ഒപ്പം ഒരു ക്ലബ് ലോകകപ്പും. ഇംഗ്ലണ്ട് ദേശീയ ടീമിനായി 34 മത്സരങ്ങൾ. 2006, 2010 ലോകകപ്പ് ടീമുകളിൽ ഇടം പിടിച്ചെങ്കിലും ഒരു മത്സരത്തിൽ പോലും കളിപ്പിച്ചില്ല. അർഹിച്ച അംഗീകാരം കിട്ടിയില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതാണ് ഫുട്ബോൾ എന്ന മറുപടിയാണ് അന്ന് കാരിക് പറഞ്ഞത്. 2022 മിഡിൽസ്ബ്രോ പരിശീലകനായി കാരിക് എത്തുന്നത്. പൊസിഷൻ ഫുട്ബോൾ ആയിരുന്നു ശൈലി. പ്രസ്റ്റിനെതിരായ ആദ്യ മത്സരം തോറ്റു തുടങ്ങി. എന്നാൽ അടുത്ത 22 ലീഗ് മത്സരങ്ങളിൽ 16 ജയിച്ചു. 3-man ഡിഫൻസ് ആണ് കൂടുതൽ പരീക്ഷിച്ചത്. 11 തവണയിലേറെയാണ് 3 അതിൽ കൂടുതലോ ഗോളുകൾ മിഡിൽസ്ബ്രോ ഓരോ മത്സരത്തിലും അടിച്ചുകൂട്ടിയത്. എങ്കിലും സ്ഥിരത നിലനിർത്താൻ കഴിയാതിരുന്നതോടെ ഓട്ടോമാറ്റിക് പ്രൊമോഷന് ടീമിന് കഴിയാതെ പോയി. 2023-24 സീസണിൽ ലീഗ് കപ്പ് സെമി ഫൈനൽ വരെ മുന്നേറി. ചെൽസിയോടാണ് അന്ന് പരാജയപ്പെട്ടത്. ആദ്യ പാദത്തിൽ ചെൽസിയെ ഒറ്റ ഗോളിന് ഞെട്ടിച്ചെങ്കിലും രണ്ടാം പാദത്തിൽ 6 ഗോളുകൾ വാങ്ങിക്കൂട്ടി. അവസാന ഘട്ടങ്ങളിൽ 4-2-3-1 അടക്കം പരീക്ഷിച്ചെങ്കിലും വർക്കായില്ല. പ്ലാൻ ബി ഇല്ലെന്നത് കാരിക്കിനെതിരെ ഉയർന്ന വലിയ വിമർശനങ്ങളിലൊന്നായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യുണൈറ്റഡ് ഒഫീഷ്യൽസുമായി കാരിക് ചർച്ച നടത്തിയത്. ഒലെ ഗുണ്ണർ സോൾഷറും ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ചീഫ് എക്സിക്യൂട്ടീവ് ഒമർ ബറാഡ, ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ജേസൺ വിൽകോക്സ് എന്നിവർ കാരിക്കിന്റെ വിഷനിലാണ് സാറ്റിസ്ഫൈഡ് ആയത്. കാരിക്കിനൊപ്പം ഇംഗ്ലണ്ട് മുൻ താരം സ്റ്റീവ് ഹോളണ്ട്, ജൊനാഥൻ വുഡ്ഗേറ്റ്, ജോണി ഇവാൻസ്, ട്രാവിൻസ് ബിനിയോൺ എന്നിവരാണ് സ്റ്റാഫിലുള്ളത്. 2018 ലോകകപ്പിൽ ഇംഗ്ലണ്ട് അവസാന 4-ലെത്തിയപ്പോഴും 2021-24 യൂറോ കപ്പിൽ റണ്ണേഴ്സ് അപ്പ് ആയപ്പോഴും ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ വലങ്കൈയായിരുന്നു സ്റ്റീവ് ഹോളണ്ട്. മൗറിഞ്ഞോ, ആന്റോണിയോ കോണ്ടെ, റാഫേൽ ബെനിറ്റസ് എന്നിവർക്കൊപ്പം ചെൽസിയിലും ഒരുപാട് പ്രവർത്തിച്ചു. വുഡ്ഗേറ്റ് കാരിക്കിനൊപ്പം മിഡിൽസ്ബ്രോയിൽ ഉണ്ടായിരുന്നു. മൈക്കൽ കാരിക് എത്തുമ്പോൾ ആദ്യ പരീക്ഷണം മാഞ്ചസ്റ്റർ ഡെർബിയാണ്. അതുകഴിഞ്ഞാൽ അടുത്തയാഴ്ച ആഴ്സണൽ, ഫുൾഹാം, ടോട്ടനം ടീമുകളൊക്കെ പുറകെയുണ്ട്. ഇടക്കാലത്തൊരു കെയർടേക്കർ പരിശീലകനായി കാരിക് ഓൾഡ് ട്രാഫോർഡിലെത്തിയിരുന്നെങ്കിലും ഇത്തവണ ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ട്. റാൽഫ് റാഗ്നിക് എത്തും മുമ്പ് കാരിക് പരിശീലിപ്പിച്ചത് 3 മത്സരങ്ങളിലായിരുന്നു. അന്ന് 2 ജയം, 1 സമനില. ആഴ്സണലിനെതിരായ 3-2 വിൻ ഇതിലുണ്ട്. അമോറിമിന്റെ 3-man ഡിഫൻസിന് പകരം 4-2-3-1 ഫോർമേഷനാണ് കാരിക് പരീക്ഷിക്കുക. ഷോർട്ട് ടൈമിൽ കാരിക്കിന്റെ പ്രധാന ലക്ഷ്യം ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അത് നേടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ ക്ലബിന്റെ ലോങ് ടൈം പ്ലാൻ കാരിക്കിന് കിട്ടും.